അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. ജനാബ് ഇ.ടി. മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹം മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കും. മലപ്പുറം എം പി ആയിരിക്കുന്ന നമ്മുടെ അബ്ദുസമദ് സമദാനി അദ്ദേഹം പൊന്നാനിയിലേക്ക് മാറിയിട്ടുണ്ട്. പൊന്നാനിയേക്കാൾ കുറച്ചുകൂടി ഉറച്ച മണ്ഡലമാണ് മലപ്പുറം. ഈ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്ന കാലത്ത് അഹമ്മദ് സാഹിബ് മലപ്പുറത്തും ബഷീർ സാഹിബ് പൊന്നാനിയിലൂടെ മത്സരിച്ചത്. പൊന്നാനിയിൽ CPM-കാർ ആദ്യം നമ്മുടെ ഹുസൈൻ രണ്ടത്താണിയെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയേക്ക് പരീക്ഷിച്ചു. അത് വിജയിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ വി അബ്ദുറഹിമാനെ അവിടെ അവതരിപ്പിച്ചു. അബ്ദുറഹിമാൻ വലിയ മത്സരം കാഴ്ചവെച്ചു. E.T. സാമാന്യം വേർത്തു. പക്ഷേ E.T. മുഹമ്മദ് ബഷീർ തന്നെ വിജയിച്ചു. കഴിഞ്ഞ തവണ PV അൻവറിനെ രംഗത്തിറക്കി. അൻവറും കണ്ടമാനം പണം ചെലവഴിച്ചു, വലിയ മത്സരം ഉണ്ടാക്കി. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം രാഹുൽ ഗാന്ധി വന്നതോടി സാഹചര്യങ്ങൾ വല്ലാതെ മാറി. അങ്ങനെ E.T. തന്നെ വീണ്ടും ജയിച്ചു. ഇത്തവണ പൊന്നാനിയിൽ മത്സരിച്ചാൽ അത്ര പന്തിയല്ല എന്ന് തോന്നിയിട്ടോ എന്തോ E.T. പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് സമദാനിയെ പൊന്നാനിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സമദാനി ബഹുഭാഷാ പണ്ഡിതനാണ്, ചിന്തകനാണ്, പിന്നെ വലിയ പ്രഭാഷകനാണ്, ഒരു സംശയമില്ല. അങ്ങനെ അതിപ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പൊന്നാനിക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ലീഗിൻ്റെ 3ാം സീറ്റിന് എന്ത് സംഭവിച്ചു? 3ാം സീറ്റ് താൽക്കാലം ഇല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇല്ലെങ്കിൽ വേണ്ട എന്ന് ലീഗും പറഞ്ഞു. ഇനി വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് കൊടുക്കും എന്നുള്ളതാണ് നിശബ്ദമായ ഒരു ധാരണ. അതങ്ങനെ രേഖാമൂലം എഴുതി കൊടുക്കണമെന്ന് അറിയില്ല. എന്നാലും ആദ്യത്തെ രാജ്യസഭാ സീറ്റ് അത് നമ്മുടെ ജോസ് കെ മാണി ഒഴിയുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു സീറ്റാണ്. ജോസ് കെ മാണി UDF-ലായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത സീറ്റ് ഇപ്പോൾ അത് LDF-ലേക്ക് പോയതുകൊണ്ട് UDF-ൻ്റെ അക്കൗണ്ടിൽ ബാക്കി കിടക്കുക. ആ സീറ്റായിരിക്കും ലീഗിന് കൊടുക്കുക എന്നാണ് കരുതപ്പെടുന്നത്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആ രാജ്യസഭാ സീറ്റിൽ മത്സരിച്ച് ജനാബ് PK കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിൽ പോയി മന്ത്രിയാകും എന്ന് ചില കുബുദ്ധികൾ പറയുന്നുണ്ട്. അതൊക്കെ വിദൂരമായ കാര്യമാണ്. ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്താൽ തന്നെ കുഞ്ഞാപ്പയ്ക്ക് ആ മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നൊന്നും പറയാൻ ഞാനാളല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും രാജ്യസഭാ സീറ്റ് ലീഗിന് കൊടുക്കാമെന്ന ധാരണയിൽ ഈ പ്രശ്നം സലാമത്തായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് ഏറ്റവും ഉചിതമായൊരു തീരുമാനമാണ്. മുസ്ലിം ലീഗ് 3ാമതൊരു സീറ്റിന് വേണ്ടി വാശി പിടിച്ചിരുന്നെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. ഇല്ലാത്ത പല പ്രതിസന്ധികളും പുതിയതായിട്ട് ഉദയം ചെയ്യുമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് ആ സീറ്റ് കൊടുക്കാറുള്ളത്. ഏതായാലും ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിച്ചാലും അങ്ങനെ അവസാനിപ്പിക്കാൻ ഇവിടെ ചില ആളുകൾ തയ്യാറില്ല. പ്രധാനമായിട്ടും 3 കൂട്ടരാണ്. ഒന്ന് നമ്മുടെ മാർക്സിസ്റ്റുകാരാണ്. അവർ വിചാരിച്ചത് ലീഗ് ഇതിനെ തുടർന്ന് UDF വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കും, ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ വടക്കാക്കി തനിക്കാക്കുക എന്ന സിദ്ധാന്തപ്രകാരം ലീഗിനെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ഐഡിയ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. ഇപ്പോൾ അവർ സാമാന്യ നിരാശരാണ്. ലീഗിന് നട്ടലില്ല, ലീഗിന് പൗരുഷമില്ല, ആണത്തമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞാലേ മതിയാവുള്ളൂ. ലീഗിനൊരു 3ാം സീറ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ P. രാജീവിനെ പോലുള്ള ആളുകളാണ് മുതല കണ്ണീർ ഒഴിക്കുന്നത്. അത് ഒരു വിഭാഗം. രണ്ടാമത്തെ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുസ്ലിം ലീഗുകാരെക്കാളും താല്പര്യമായി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ SDPI എന്ന തൂലികാനാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിധ്വംസക സംഘടനയാണ്. അവരാണ് പണ്ട് ലീഗിന് 5ാം മന്ത്രിസ്ഥാനം എന്തുകൊണ്ട് കൊടുക്കണം എന്ന കാര്യം വളരെ കാര്യമായിട്ട് വാദിച്ച് ഫലിപ്പിച്ചു. അങ്ങനെയാണ് ലീഗുകാർ ആ ഊരാക്കുടുക്കി ചെന്ന് ചാടിയത്. പിന്നെ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടും അവരെ പിന്തുണയ്ക്കുന്ന ബുദ്ധിജീവികളൊക്കെ ലീഗിന് 3ാം സീറ്റിനുള്ള അർഹതയെക്കുറിച്ച് വലിയ വലിയ ഉപന്യാസങ്ങൾ എഴുതിവിടുകയാണ്. പഴയ പോലെ നടന്ന് പ്രസംഗിക്കാൻ പറ്റിയില്ല. കാരണം ഇവർ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു റഡാറിലുള്ളത് കൊണ്ട് അധികം കടുത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തില്ല. എന്നാലും മിതമായിട്ടും സംയമനത്തോടു കൂടിയും NIA-ക്കാർക്ക് അല്ലെങ്കിൽ പോലീസുകാർക്ക് പ്രത്യേകിച്ച് വിഷമം തോന്നാത്ത രീതിയിൽ അവർ പ്രചരണം നടത്തുന്നുണ്ട്. 3ാമത്തെ കൂട്ടർ നമ്മുടെ നാട്ടിലെ മൗദൂദി പത്രവും ചാനലുമാണ്. അവർ ലീഗിന് 3 അല്ല 6 സീറ്റുകൾക്ക് അർഹതയുണ്ട്. ലീഗിനെ കോൺഗ്രസ്സുകാർ ഏമാത്തുകയാണ്, ലീഗ് സമുദായത്തെ ഏമാത്തുകയാണ്, പാർട്ടിയെ അവഹേളിച്ചു. പാണക്കാട് ഹൈദരാലി തങ്ങളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. സുലൈമാൻ സേട്ടുള്ളപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് ഈ വിഷയം 2 പ്രാവശ്യം ചർച്ച. ദാവൂദ് സാഹിബ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കണമായിരുന്നു, സൗഹൃദ മത്സരം നടത്തണമായിരുന്നു. കാസർഗോഡ് തൊട്ട് പാലക്കാട് വരെയുള്ള മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തണം. ലീഗ് സ്ഥാനാർത്ഥി നിർത്തി എന്ത് പറ്റും?
മലപ്പുറത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും. മറ്റെല്ലാ മണ്ഡലത്തിലും ഒരുപക്ഷെ വയനാടടക്കം CPM സ്ഥാനാർത്ഥികൾ ജയിക്കും. ദാവൂദ് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല, കാരണം CPMൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ ജയിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ തന്നെയാണല്ലോ CPM ഉള്ളതും ലീഗ് ഉള്ളതും കോൺഗ്രസ് ഉള്ളതും. എന്നാൽ പിന്നെ 20 മണ്ഡലത്തിൽ അങ്ങനെ മത്സരിച്ചാൽ പോരെ? എന്തിനാണ് ഇത് പാലക്കാട് തൊട്ട് കാസർഗോഡ് വരെയാക്കിയത്? 20 സീറ്റിലും ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നാണ് ദാവൂദിൻ്റെ ആഗ്രഹം. പക്ഷേ ദാവൂദല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. പാർട്ടിയുടെ സമുന്നത നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും ഒക്കെയാണ്. ദാവൂദിനെ എന്തെങ്കിലും ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആ ലീഗ് ഓഫീസിൽ ചപ്രാസിംഗിലുമായിട്ട് നിയമിക്കുമ്പോൾ അദ്ദേഹം തീരുമാനിക്കട്ടെ. ഏതായാലും ഇപ്പോൾ ലീഗിൻ്റെ കാര്യങ്ങളിൽ ലീഗ് തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, സൗഹൃദ മത്സരം നടത്തേണ്ടായിരുന്നു. ബാക്കി എല്ലാ സ്ഥലത്തും CPMകാർ ജയിക്കും. അങ്ങനെ വരുമ്പോൾ ലീഗ് പൊളിയും. ലീഗ് പൊളിയുന്ന വേക്കൻസിയിലേക്ക്, ആ ഒരു ശൂന്യതയിലേക്ക് വെൽഫെയർ പാർട്ടി പിടിച്ചു കയറും. ഇതാണ് ഇവരുടെ മനോരാജ്യം. ഇതുകൊണ്ടാണ് ഈ മൗദൂദികൾ ഇപ്പോഴും മൗദൂദികളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഏതെങ്കിലും നിലയിലെത്തിയത്. ഏതായാലും മൗദൂദികളുടെ സ്വപ്നം ഇങ്ങനെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ പൊളിഞ്ഞു പോയി. ലീഗ് UDF വിട്ടിട്ടില്ല. 2 സീറ്റോട് തൃപ്തിപ്പെട്ടു. അങ്ങനെ UDF ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോവുകയാണ്. പക്ഷേ ഇവർക്ക് സഹിക്കില്ല. അവരിനിയും വിലാപം തുടരും. സമുദായത്തെ വഞ്ചിച്ചു, പാർട്ടിയെ വഞ്ചിച്ചു, ജനങ്ങളെ വഞ്ചിച്ചു, എല്ലാവരെയും വഞ്ചിച്ചു. ഇനിയിപ്പോൾ 3ാം സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ലീഗ് ഫാസിസത്തെ കുറച്ചുകൂടി നന്നായിട്ട് ചേർത്ത് നിൽക്കുമായിരുന്നു. 3ാമത്തെ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഫാസിസത്തിനെതിരായിട്ടുള്ള ആ പ്രതിരോധം കുറച്ച് ദുർബലമായി പോയി എന്നുള്ളതാണ് ഇവരുടെ വിഷമം. അതിനാകെ ഒരു പഴയേ ഉള്ളൂ. വെൽഫെയർ പാർട്ടി 20 സീറ്റിൽ മത്സരിച്ച് ജയിച്ച് കേന്ദ്രത്തിൽ പോയിട്ട് ഫാസിസത്തെ എതിർക്കുക. അപ്പോൾ ലീഗിൻ്റെ പ്രശ്നം തീരും, കോൺഗ്രസിൻ്റെ വിഷമം തീരും, മാർക്സിസ്റ്റുകാരുടെ ബുദ്ധിമുട്ട് മാറും. ഒറ്റക്കൊരു പോംവഴി അത് മാത്രമേ ഉള്ളൂ. ഫെയർവെൽ പാർട്ടി എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന വെൽഫെയർ പാർട്ടി ഇവരുടെ പാർട്ടിയാണ്. പണ്ട് ഗ്യാസ് സിലിണ്ടറിൻ്റെ അടയാളത്തിലൊക്കെ മത്സരിച്ചിരുന്നത്. ഇപ്പോൾ പാർട്ടിക്ക് വല്ല ചിഹ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ചിഹ്നത്തിൽ മത്സരിക്കട്ടെ, ഇരുമ്പോലൊക്കെ അടയാളത്തിലായാലും മതി. വെൽഫെയർ പാർട്ടി അവതരിപ്പിക്കുന്ന 20 സ്ഥാനാർത്ഥികൾ, 20 പേരും ബഹുഭൂരിപക്ഷം നേടി പാർലമെൻറ്റിലെത്തി ഫാസിസത്തെ ഇരുമ്പോലൊക്കെ കൊണ്ട് നേരിട്ടെ. അത് മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.